അങ്ങനെ കുറേ നാളുടെ ഇടവേളയ്ക്ക് ശേഷം ഇന്ദുചൂടൻ വീണ്ടും വന്നിരിക്കുകയാണ്. OTTയിൽ ഇറങ്ങിയ 4 പടങ്ങൾ, OTTയിലല്ല തിയേറ്ററിൽ ഇറങ്ങിയിട്ട് കാണാൻ പറ്റാത്ത സിനിമകളാണ് 4 ഞാൻ കണ്ടത്. ഈ 4 3 കഥം, ഒരെണ്ണം നല്ല സിനിമ. ഇതാണ് അത്. ഇതിൽ 3 പടങ്ങൾ നമുക്ക് ആമസോൺ പ്രൈമിൽ പരസ്യം ഇട്ടുകൊണ്ട് കാണാൻ പറ്റും. അങ്ങനത്തെ 3 പടങ്ങളും, ഒരെണ്ണം മനോരമ മാക്സിലുമാണ്. അപ്പോൾ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല. ആദ്യത്തെ പടം ഭീഷ്മർ, സംവിധാനം ചെയ്തിരിക്കുന്നത് ഈസ്റ്റ് കോസ്റ്റ് വിജയൻ. നായകന്മാരെന്ന് പറഞ്ഞാൽ ധ്യാൻ ശ്രീനിവാസൻ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ. അതായത് അവഞ്ചേഴ്സ് അസംബിളാണ്. തിയേറ്ററിൽ ബോംബ് ഇട്ടുകൊണ്ടിരിക്കുന്ന രണ്ടുപേരും ഒരുമിച്ച് കൂടിച്ചേർന്നാൽ എന്താണ് സംഭവിച്ചത്? അതിനെ സംഭവിച്ചത് ആറ്റം ബോംബായിരുന്നു. പടം കണ്ട് അൾട്ടിമേറ്റ് മലം കെട്ട് പടം, കീടില ചിരിച്ച് മരിക്കാം. അങ്ങനത്തെ ഒരു സിനിമയാണ് ഇത് വന്നിരിക്കുന്നത്. ഇത് സ്കാം അല്ല കേട്ടോ. ഇത് ധ്യാൻ ശ്രീനിവാസൻ ഈ പടത്തിൽ മൊത്തം ഉണ്ട്. മെയിൻ ധ്യാൻ ശ്രീനിവാസൻ അല്ല. ധ്യാൻ ശ്രീനിവാസൻ്റെ പോസ്റ്ററും കാണിച്ച് പറ്റിക്കുന്ന പരിപാടിയില്ല. ധ്യാൻ ശ്രീനിവാസൻ പടം, ധ്യാൻ ശ്രീനിവാസൻ ഇത്രയും ദേഹം ഇറങ്ങി ഫൈറ്റൊക്കെ ചെയ്യാനുണ്ട് ഈ പടത്തിൽ. ഇദ്ദേഹം ഒരു പച്ചക്കറി കട മുതലാളി മുരുകൻ ആദ്യം കുറേ നേരം മുരുകനും പിന്നെ നമ്മുടെ നടിയായിട്ടുള്ള ദിവ്യ പിള്ളയുമായിട്ടുള്ള ഇങ്ങനെ ദൂരെ ഇരുന്നിട്ട് അവൻ വെള്ളം ഇറക്കിക്കൊണ്ടിരിക്കുന്നത് കാണിക്കുന്നു. ദിവ്യ പിള്ളൈ എന്താ ഇത്, ഒരു കോഴിയാണെന്നുള്ള രീതിയിലുള്ള, പക്ഷേ സംഭവം ഇത് ഫ്ലാഷ് ബാക്കിൽ വേറെ കാര്യങ്ങളുണ്ട്. പക്ഷേ ദിവ്യ പിള്ളയുടെ എക്സ്പ്രഷൻ കണ്ടു കഴിഞ്ഞാൽ അവൻ കോഴിയാണെന്ന് തോന്നും. ഇങ്ങനെ ഇത് കുറേ നേരം ഈ വെള്ളം ഇറക്കി ഇങ്ങനെ പോകണം. അതിൻ്റെ ഇടയിൽ കുറേ പാട്ടുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ആൽബം പരിപാടിയാണ്. വയലിൻ്റെ നടുക്ക് കൊണ്ട് നോക്കുകുത്തിയ പോലെ നിർത്തിയിട്ടുണ്ട് ധ്യാൻ ശ്രീനിവാസനെ. ഈ സിനിമയിൽ ഒരു പ്രത്യേകതയുണ്ട്. ഈ സിനിമയിലെ പെണ്ണുങ്ങളെല്ലാം ഒരേ ഡേറ്റിന് വിളിച്ചോടും. അത് ഇപ്പോഴാണെങ്കിലും ശരി, 10 വർഷം മുമ്പേ ആണെങ്കിലും ശരി, എപ്പോഴാണെങ്കിലും ഒരേ ഡേറ്റിന് എല്ലാം വിളിച്ചോടുള്ളൂ. അങ്ങനെ ഭയങ്കര കോയിൻസിഡൻസാണ്. ഇങ്ങനെ വന്ന് നിന്നിട്ട് ഇദ്ദേഹം മലക്കറി വയ്ക്കുന്നു, മറ്റുള്ള ഹോട്ടലിൽ നടത്തുന്നു. അങ്ങനെ പോയി സിനിമയിൽ സെന്തിലാണ് ഇവളുടെ ഭർത്താവ്. ഭയങ്കര ക്രൂരനായിട്ടുള്ള ടെറർ. ഈ സെന്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ചിരിച്ചെത്തത് ധ്യാൻ ശ്രീനിവാസൻ അന്വേഷിച്ച് സെന്തിൽ നടക്കണം കേട്ടോ, എവിടെ ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ. ധ്യാൻ ശ്രീനിവാസൻ്റെ വീട്ടിൽ കയറിയിട്ട് മറ്റേ മേശയുടെ ഡ്രോയറൊക്കെ തുറന്ന് നോക്കണ്ട, ധ്യാൻ ശ്രീനിവാസൻ അകത്തുണ്ടാന്ന്. അത് കോമഡി എന്നറിയുമോ? അങ്ങനെ കോമഡി പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഈ പടത്തിൽ തമിഴ് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. മലയാളം തമിഴ് കലർന്ന റാവുത്തർ അങ്ങനത്തെ ടീമുകളുണ്ട്. അവർക്ക് തമിഴ് അറിയാം, അല്ല തമിഴ് അറിഞ്ഞൂടാതെ സംസാരിക്കണമല്ല. പക്ഷേ ഇവരെ തമിഴെന്ന് പറഞ്ഞാൽ ഇവൻ അണ്ണാവെ പറ്റി തെറി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനത്തെ തമിഴാണ്. അതായത് തമിഴ് തെറ്റ്, തമിഴ് അറിഞ്ഞൂടാത്ത മലയാളികൾ അതുപോലെ ശ്രദ്ധിക്കാതെയാണ് ഈ സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. ഒരു രാത്രി നടക്കുന്ന കൈത്തീ പോലത്തെ ഒരു സാധനമാണ്. ഇതിൽ വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ എൻട്രിയോടെയാണ് പടം വേറെ ലീഗാവണത്. അവൻ്റെ ക്യാരക്ടർ എന്താണെന്നത് അത് ഒരു വെറുപ്പിക്കൽ ക്യാരക്ടറോ അതിൻ്റെ അപ്പുറം വെറുപ്പിക്കലായിട്ട് അയാൾ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ സസ്പെൻസ്, ഫ്ലാഷ് ബാക്ക്, അടുത്തെന്താവും, ഓട്ടം. ഇത് ധ്യാൻ ശ്രീനിവാസൻ പിന്നെ മൊത്തം വണ്ടിക്കകത്ത് ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുന്നു, ടെൻഷൻ അടിക്കുന്നു. അവസാനം പഴയ 90s ഇറങ്ങിയ പടങ്ങളുണ്ടല്ലോ, പഴയ ഇവരുടെ കുറേ സിനിമകളുണ്ട്. ജഗദീഷ്, ആ ടീമുണ്ടല്ലോ, ജഗദീഷ് സിദ്ദിഖൊക്കെ വെച്ചിട്ട് കുറേ സിനിമകൾ. പക്ഷേ അതൊക്കെ നല്ല സിനിമകളായിരുന്നു. അതുപോലത്തെ പരിപാടികളുള്ള സാധനം ഇപ്പം അതേ രീതി തന്നെ ഇറക്കി വെച്ചിരിക്കുന്നു. അതാണ് ഭീഷ്മർ എന്ന സിനിമയ്ക്ക് പേര് വരാനൊക്കെ കാരണം ഭയങ്കര കോമഡിയാണ്. പിന്നെ എടുത്ത് പറയേണ്ട ഒരാളുണ്ട്, അമരിയ ഗോസ്വാമി. പുള്ളിക്കാരി ഒരു കോളേജ് സ്റ്റുഡൻ്റാണ്. കോളേജ് സ്റ്റുഡൻറ്റിൽ ആദ്യമായി പാട്ടൊക്കെ പാടുന്ന സാധനമുണ്ട്. ഓരോ ചിരിച്ച് മരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുള്ളിക്കാരി ചിരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ, കരഞ്ഞു കഴിഞ്ഞാൽ, പേടിച്ചു കഴിഞ്ഞാൽ, ഇത് തന്നെ എല്ലാ സിനിമ നോക്ക്, ഒരു എക്സ്പ്രഷനും വരില്ല. ലിപ്പും ഭയങ്കര മോശം, ലിപ്പും ഒന്നും പറയണില്ല. രവിയാണെന്നാണ് ഡബ് ചെയ്ത് മരിച്ചിട്ടുണ്ട്. വെറുപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു കോമഡി പീസ് ക്യാരക്ടർ. ഇന്ദ്രൻസ് ഉണ്ട് ലാസ്റ്റ് വന്ന് ഒരു കുറച്ച് നേരങ്ങളുള്ളൂ. അങ്ങനെ ആ സിനിമ ഇട്ടാൽ അങ്ങനെ റോൾ നന്നായിട്ട് ചെയ്യും, ഇതിലും നന്നായിട്ട് ചെയ്യും. പക്ഷേ ക്യാരക്ടർ കോമഡി പീസായി. ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? ഉണ്ണിലാലും ഉണ്ട്. നല്ല അഭിനയിക്കാൻ കഴിവുള്ള പയ്യന്മാരാണ്. വെറുതെ ഈ റോളൊക്കെ ചെയ്ത് ചുമ്മാ നശിച്ചു. പിന്നെ അഖിൽ കവലൂർ, ഒരു സിനിമയിൽ പോലും ഇദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ കണ്ടിട്ട്, ഇദ്ദേഹം സ്കിറ്റിൽ ഭയങ്കര തലയുള്ള ആളാണ്, പരിപാടിയൊക്കെ ഡയറക്റ്റ് ചെയ്യാം. പക്ഷേ സിനിമയിൽ വന്നിട്ട് അഭിനയം കണ്ടിട്ട് ഒരിടത്ത് പോലും ഒരു ഇമ്പ്രഷനോ ഒന്നും ഉണ്ടാകാത്ത ഒരു മനുഷ്യനാണ്. പക്ഷേ ഈ സിനിമയിലുണ്ട്. അതുപോലെ ഷാജു ശ്രീധർ, ഇവരൊക്കെ, ജിബിൻ ഗോപിനാഥ്, വിനീത് തട്ടിൽ, സന്തോഷ് കീഴാറ്റൂർ, മണികണ്ഠൻ ആചാരി. ഈ നമ്മുടെ കമ്മട്ടിപ്പാടത്തിലെ അങ്ങനെയാണ് ഈ ഇതുപോലത്തെ അതവ് റോളൊക്കെ ചെയ്യണമെന്ന് ആലോചിക്കുമ്പോൾ സഹതാപം തോന്നും. ഇതിങ്ങനെയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ ഒരുപാട് കോയിൻസിഡൻറ്റ് പരിപാടിയൊക്കെ വെച്ചിട്ട് മലം കെട്ട്, പിന്നെ ഇഷ്ടം പോലെ പാട്ട്, അങ്ങനെ ഇടയ്ക്കൊക്കെ ലാഗൊക്കെ അടിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഈ കോമഡി സീനുകൾ കണ്ടിന്യൂസ് വരുന്നുണ്ട്. കോമഡി എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്ന കോമഡി അല്ല, നമുക്ക് കോമഡിയായിട്ട് ഫീൽ ചെയ്യുന്ന സാധനങ്ങളുണ്ട്. ആശുപത്രിയിൽ പോയിട്ട് അവിടുത്തെ ഡോക്ടർമാർ കാണിക്കണം അപരാധം.
ഇങ്ങനെ കുറേ സാധനങ്ങൾ വെച്ചിട്ട് കറങ്ങി തിരിഞ്ഞ് അങ്ങനെയൊക്കെ തീർത്ത ഒരു സിനിമ ഭീഷ്മർ. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഒരിക്കൽ കാണാമെന്നുള്ളതേ ഉള്ളൂ ഈ പടം. അടുത്ത് വീണ്ടും പ്രൈം വീഡിയോയിൽ പരസ്യം ഇട്ടുകൊണ്ട് കാണാൻ പറ്റുന്ന അടുത്ത സിനിമയാണ് പൊങ്കാല. മറ്റേത് മലങ്കൾട്ടായിട്ടാണ് കണ്ടുപിടി. ഇതിൽ അങ്ങനെയൊന്നുമില്ല, ഇത് മലങ്കൾട്ടൊന്നുമില്ല. പക്ഷേ ഇതിൽ ഒന്നുമില്ലടേ. ഇത് എന്തോന്നടി അടി 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 ഒന്നും ഒട്ടും ഇമ്പ്രസീവ് അല്ല. വെറുതെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാക്കി ചുമ്മാ ഒരുപാട് പടത്തിൽ കണ്ട് ഇതിൽ കുറച്ച് സിനിമാറ്റോഗ്രാഫി പരിപാടി കുറച്ച് സിനിമാറ്റിക് ഫീൽ തരുന്നുണ്ട് ഈ സാധനം. അടിയുടെ ഇടയിലുള്ള സിനിമാറ്റോഗ്രാഫ് അതൊക്കെ നന്നായിട്ടുണ്ട്. അതല്ലായിരുന്നെങ്കിൽ ഇത് ഒരു അന്തം അട്ടഹാസത്തിൻ്റെ ഒരു എറണാകുളം വെർഷൻ, ഫോർട്ട് കൊച്ചി വെർഷൻ. അതാണ് ഈ പൊങ്കാല എന്നുള്ളത്. ഈ സിനിമയിലെ നായകൻ നമ്മുടെ ശ്രീനാഥ് ബാസിയുടെ കുട്ടിക്കാലം, അയാൾ വളർന്നു വന്ന് എങ്ങനെ ഗുണ്ടയായി തീരുന്നു എന്നുള്ളതാണ് ഈ സിനിമയിൽ പറയണത്. പിന്നെ കുറേ ഡോണുകളുണ്ട്. നേരത്തെ എന്നെ ഡോണെന്നേ വിളിക്കാം കേട്ടോ, കോൾമി ഡോൺ എന്ന് പറയും, സമ്പത്ത്. ഇങ്ങനെ കുറേ കോമഡി പീസുകളുണ്ട്. പിന്നെ ഒരു നായികയുടെ പ്രേമത്തിൻ്റെ റീസൺ പറയാമെന്തോ, അച്ഛനെ കൊന്നവൻ, അവനല്ല അച്ഛനെ കൊന്നത്, അതുകൊണ്ട് അവൻ്റെ അടുത്ത് പ്രേമം, അങ്ങനെ ഒരു പ്രേമം. പിന്നെ റിവെഞ്ച് പരിപാടി. അവസാനമൊക്കെ എത്തുമ്പോഴേക്കും കുറച്ച് ഒരു കഥയിലൊരു സാധനം വന്നിട്ട് ഒരു ചെറിയൊരു ചൂട് പിടിക്കുന്നുണ്ട്. പക്ഷേ ആദ്യമൊക്കെ ഇതിട്ട് ഇഴഞ്ഞ്, കാരണം ഒന്നുമില്ല, ഒരു പാട്ട്, ഒരു റൊമാൻസ് കാണിക്കുന്നു. പിന്നെ ഇവൻ വന്ന് ഞാൻ ഒരു സീൻ ഇങ്ങനെ ശ്രദ്ധിച്ചു. ഇവൻ വീട്ടിൽ വന്ന് ഇവൻ ഉടുപ്പൊക്കെ ഇത് തോർത്തൊക്കെ എടുത്ത് കൊടുത്ത് എണ്ണയൊക്കെ തേച്ച് ഇങ്ങനെ കുളിക്കുകയാണ്. കണ്ടിട്ട് എന്താ എത്ര നേരം ഇതുപോലെ ഇവൻ വന്നിട്ട് കിടന്നുറങ്ങണത്, നടക്കണത്, ഓടണത്, ചാടണത്, ചുമ്മാ അടി ഉണ്ടാക്കാൻ വേണ്ടി കുറേ സീന്. ഇങ്ങനെ അടി കണ്ട് അവസാനം വെറുതെ 2.25 മണിക്കൂർ എങ്ങാണ്ടുണ്ട് ഈ പടം. എല്ലാം കടിച്ച് പിന്നെ നമുക്ക് സീക്ക് ചെയ്ത് കളയാൻ പറ്റുന്നതുകൊണ്ട് സീക്ക് ചെയ്ത് കണ്ട് തീർത്തിട്ടുള്ള ഒരു സിനിമയാണ് പൊങ്കാല. പക്ഷേ ഒരു എഫേർട്ട്, ഞാൻ പറഞ്ഞില്ലേ, ഒരു സിനിമാറ്റോഗ്രാഫി പരിപാടി സിനിമയാണ് കാണുന്നതെന്നുള്ള ഫീല് കൊണ്ടുവരുന്നുണ്ട്. പലയിടത്തും KGF ഇതിൽ കഥ പറയണ സാദിക്ക് വന്നിട്ട് KGF മറ്റേ അപ്പൂപ്പ ഇരുന്ന് പറയുമ്പോൾ ഡയറി എഴുതിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇയാൾക്ക് എഴുത്തും വായന അറിഞ്ഞുകൂടാ, മറ്റേ സാഹിത്യകാരനൊന്നും അല്ലാന്നൊക്കെ പറഞ്ഞിട്ട് പറയണത് മറ്റേ ഇതുപോലെയാണ്, അവൻ്റെ കാൽപാദങ്ങൾ വലുതാണെങ്കിലും മറ്റേത് ചെറുതായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള. പിന്നെ ഇതിൽ പിന്നുള്ള ബാബുരാജ് ഒരു ഗുണ്ട ക്യാരക്ടർ, ഗുണ്ടായിട്ട് തന്നെ നല്ല കിച്ചു വിറ്റലസ് നല്ല രസമുണ്ടായി കേട്ടോ, ഒരു സ്വാഗ് ഫീൽ ചെയ്ത് കിച്ചു വിറ്റലസിൽ. പിന്നെ സൂര്യകൃഷ്ണൻ എന്നൊരു പയ്യുണ്ട്, ശ്രുതിർ കരമനയുണ്ട്, അലൻസിയറുണ്ട്, സാദിഖ്, സ്മിനു സിജോ അവരൊക്കെയാണ് പിന്നെ അഭിനയിച്ചിരിക്കുന്നത്. രഞ്ജിൻ രാജാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. മ്യൂസിക് റാപ്പൊക്കെ കയറ്റി വിട്ടിട്ടുണ്ട്. അത് വലിയ പരിപാടി പിടിക്കാനൊക്കെ നോക്കിയിട്ടുണ്ട്. പക്ഷേ സിനിമയിൽ ചേർന്ന് എനിക്ക് തോന്നിയില്ല. ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി ജാക്സൺ ജോൺസൺ. ഇതാണ് ആ പടം. അടുത്ത സിനിമ, മൂന്നാമത്തെ പടം സുഖമാണ്. ഇതും ആമസോൺ പ്രൈമിൽ പരസ്യം ഉൾപ്പെടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ പടം വളരെ ചെറിയ പടമാണ്, വളരെ ലെങ്ത് കുറവാണ്, പക്ഷേ നല്ല ലെങ്ത് ഉള്ള ഒരു ഫീൽ ചെയ്യുന്നത്. തീരുമാനം നീങ്ങാത്ത പോലെ സിനിമ, ഒരു ഏകാന്തത, ഒറ്റപ്പെട്ട് കിടക്കുന്നവൻ്റെ പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് ഈ പടത്തിൽ. ഇത് മറ്റേ ഡെലൂലു പോലത്തെ സെറ്റപ്പാണ് കേട്ടോ. മരിച്ചവരൊക്കെ അവന് കാണാൻ പറ്റും. മാത്യൂസിന് മരിച്ചവരെ കാണാൻ അവർ കുറേ പേര് വന്നിട്ട് അവൻ്റെ കൂടെ താമസിക്കുന്നു, അവർ ഇറച്ചി വയ്ക്കുന്നു, ചോറ് വയ്ക്കുന്നു, കഴിക്കുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്നു. അവന് മനുഷ്യരുമായിട്ടൊന്നും കമ്പനിയില്ല. ഞാൻ ഒറ്റപ്പെടലാണ്, ഇൻട്രോവേർട്ടാണ്. ഈ പ്രേതങ്ങളുമായിട്ടേ പറ്റുള്ളൂ. അങ്ങനെ പ്രേതങ്ങൾ വന്ന് അവൻ്റെ കൂടെ കൂടുന്നു, അവർ ഒരു ലൈഫ് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വച്ചിരിക്കുന്നത്. ഇതിൽ പ്രേതമായിട്ട് വരുന്നത് അബിൻ ബിനോ, സ്പടികൻ ജോർജ്, കുടശനാട് കനകം, അഖിൽ കൗലൂർ ഇതിനകത്തുണ്ട്. പിന്നെ ഒരു ചൈനക്കാരിയുണ്ട് പ്രേതമായിട്ട് പറഞ്ഞത്. അപ്പോൾ ഇതിൽ ഇവർ വന്നിട്ട് ഇവരുടെ ഡയലോഗ്സൊക്കെ ഭയങ്കര ഒരു പ്രേതം പോലെ തന്നെ ഭയങ്കര ആർട്ടിഫിഷ്യലായിപ്പോയി. ഭയങ്കര ഒരു ഓവർ നന്മ വിതറൽ പരിപാടി. ഇപ്പോൾ മറ്റേ കൃഷ്ണേട്ട വണ്ടിക്ക് കൂട്ടിന് പോവോ, ദൃഢ സിനിമയിൽ ഷെയ്ൻ നിഗം ചോദിക്കും പോലെയൊക്കെയാണ് ഇതിലെ കുറേ ഡയലോഗുകൾ പറഞ്ഞത് കൃഷ്ണേട്ടൻ. പിന്നെ ജഗദീശൻ നല്ലൊരു ക്യാരക്ടറാണ്. ജഗദീഷിൻ്റെ ഫ്ലാഷ് ബാക്ക്, അദ്ദേഹത്തിൻ്റെ ഒരു പെയിൻ നമുക്ക് മനസ്സിലാവും. അത് ഇമോഷണലി കണക്ട് ആയി. ആ ഒരു ക്യാരക്ടർ വന്നു. ബാക്കിയൊന്നും എനിക്കൊരു വർക്കൗട്ടായില്ല. ദേവിക സഞ്ജയ് വരുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് എന്തൊക്കെയോ കാണിച്ചു വെച്ചിരിക്കുകയാണ്. കുറേ ഫീൽ ഗുഡ് നന്മ വാരി വിതരണമെന്നുള്ള പരിപാടി വെച്ചിട്ട് ഒത്തില്ല. സ്ക്രിപ്റ്റിനകത്ത് കാര്യമായിട്ട് പണിയെടുക്കാൻ നോക്കിയിട്ടില്ല. ഇവർ ഇമോഷണലി കണക്റ്റായി അങ്ങ് പോകുമെന്നുള്ള ഒരു ലോജിക്കിൽ ചെയ്തു വെച്ചിരിക്കുന്നതാണ്. പിന്നെ മണിക്കൂട്ടന് ഒരു ചെറിയ റോളുണ്ടായിരുന്നു, രസമായിരുന്നു. ഇത്ര തന്നെ ഈ പടത്തിനെക്കുറിച്ച് വേറെ ഒന്നും പറയാനില്ല. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് അരുൾലാൽ രാമേന്ദ്രൻ, മ്യൂസിക് ചെയ്തിരിക്കുന്നത് നിബിൻ ബെൻസൻ്റ്. ഫീൽ ഗുഡ് പടത്തിന് എന്താണ് വേണ്ടത് അത് തന്നെ ആ ക്ലീശ സാധനം തള്ളി വെച്ചിട്ടുണ്ട്. അടുത്ത പടം മനോരമ മാക്സിൽ സ്ട്രീം ചെയ്യുന്ന സ്കൂൾ ചലഹം. നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കുട്ടിയൊക്കെ ഉള്ള ഒരു സിനിമ, ഒരു ഫീൽ ഗുഡ് ഫാൻറ്റസി പടമാണേ. ഫാൻറ്റസി എന്ന് പറഞ്ഞാൽ മറ്റേ വലിയ കുട്ടിച്ചാത്തനും മറതയും അതൊന്നുമല്ല. നമുക്ക് സ്വാഭാവികമായിട്ട് സംഭവിക്കാത്തൊരു കാര്യം ഞാൻ സംഭവിക്കുന്നുണ്ട്. അത് ഭയങ്കര കിടിലൻ തോട്ടായിരുന്നു അത്.
ഭയങ്കര ഗംഭീര മറ്റേ വലിയ മേക്കിംഗ് ഉള്ള സിനിമാറ്റിക് പരിപാടിയൊന്നുമല്ല. പക്ഷെ നല്ല ഭയങ്കര ലെങ്ത് കുറവുള്ള 1.5 മണിക്കൂർ എങ്ങാണ്ടേ ഉള്ളൂ. ഒരു കൊച്ചു സുന്ദര പിള്ളേരെ സുഖം തീർച്ചയായിട്ടും നിങ്ങൾ കാണിക്കണം. പിള്ളേർക്ക് കുറച്ച് കാര്യങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള പിള്ളേർക്ക് കുറച്ച് ക്ലാരിറ്റി കിട്ടുന്ന ഒരു മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന പലതിനോടുമുള്ള അതിൻ്റെ പ്രയോറിറ്റി അതിൻ്റെ പ്രാധാന്യം ഇവർക്ക് മനസ്സിലാക്കിപ്പിക്കുന്ന ഒരു സിനിമയാണ്. ഇപ്പോൾ ടീച്ചർ വന്ന് പടിയടാ എന്ന് പറയുമ്പോൾ ടീച്ചറിന് ദേഷ്യം വരും. മാതാപിതാക്കൾ അതുപോലെ അവരുടെ എക്സിസ്റ്റൻസ് അവർക്ക് എത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്ന് അവർ തിരിച്ചറിയുന്ന ഒരു കാര്യം അത് ഭയങ്കര രസമായിട്ട് ഇതിനകത്ത് കൺവേ ചെയ്തിട്ടുണ്ട്. ഈ പടത്തിൻ്റെ തുടക്കത്തിൽ ഒരു സ്കൂളിലെ പിള്ളേർ പോകുന്നു, ടിപ്പിക്കൽ പരിപാടി. അതിൽ കുറച്ച് നൊസ്റ്റാൾജിക് എലമെൻറ്റ് വർക്കൗട്ട് ആയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മറ്റേ ഫോഴ്സ്ഡായിട്ട് മറ്റേ മഷിത്തണ്ട് വച്ചിട്ട് ആ പരിപാടിയല്ല. അതിൽ പറയണ 1-2 ഡയലോഗ്സ് ഉണ്ട്. ഇപ്പോൾ ഒരു പട്ടി പൂച്ച എന്തോ കണ്ടിട്ട് ഒരു കൊച്ചു പറയണുണ്ട്, ഇതായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു, സ്കൂളിലൊന്നും പോകണ്ടല്ലോ എന്ന്. എനിക്കപ്പോൾ ഇവിടെ ഇത് അടിച്ചു, ഞാൻ കൊച്ചിൽ ഇതേ സാധനം പറഞ്ഞിട്ടുണ്ട്, ഇതേ സാധനം പട്ടിയോ പൂച്ചയായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു. പക്ഷേ നമുക്കത് നമ്മുടെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കാലമാണെന്നുള്ളത് നമ്മൾ പിന്നീടാണ് നമ്മൾ തിരിച്ചറിയുന്നില്ല. ഇങ്ങനെ കുറേ കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. എന്നാൽ ബാക്കി സിനിമകളിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ലാത്ത, അത് കാണിക്കാൻ വേണ്ടി ഫോഴ്സ്ഡായിട്ട് ചെയ്തിട്ടില്ലാത്ത കുറേ ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ് സിനിമയുടെ തുടക്കത്തിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പടം ഒരു കോൺഫ്ലിക്റ്റ് വരികയാണ്. ഒരു കോൺഫ്ലിക്റ്റ് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ഈവൻ്റ് അവിടെ സംഭവിക്കുന്നു. അതിന് ശേഷം ഈ പിള്ളേർ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ള ഒരു സസ്പെൻസാണ് ഈ പടത്തിലുള്ളത്. അത് ഭയങ്കര രസമായിരുന്നു. അത് അതിൻ്റെ ക്ലൈമാക്സും ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഈ ഒരു കോൺഫ്ലിക്റ്റ് നടന്നതിന് ശേഷം നമ്മളും ഈ സിനിമയുടെ കൂടെ അങ്ങ് ചിന്തിക്കും. കാരണം ഇവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാമല്ലോ, ഇവർക്ക് അങ്ങനെ ചെയ്യാമല്ലോ, ആ സമയത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയൊക്കെ പോയേനെ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അപ്പോൾ ഒരു സമയത്തും സിനിമയായിട്ട് കണക്ഷൻ നമുക്ക് വിട്ടുപോകാൻ സമ്മതിക്കില്ല. നമ്മൾ ഒരു സൈഡിൽ കൂടി നമ്മളും ചിന്തിക്കുന്നുണ്ട്, ആ സിനിമയിലെ കഥാപാത്രങ്ങൾ ചിന്തിക്കുന്നുണ്ട്, ചിലത് നമ്മൾ തമ്മിൽ ഒരേപോലെ കണക്റ്റായി വരുന്നുണ്ട്, ചിലതൊക്കെ വേറെ കുറച്ചുകൂടി വലുതായിട്ട് ചിന്തിക്കാമല്ലോ എന്നുള്ളതൊക്കെ ചെയ്യാമല്ലോ. ഒരു പക്ഷേ ഇനി ഒരിക്കലും ഇതിൽ നിന്നൊരു തിരിച്ചു പോക്കുണ്ടായില്ലെങ്കിൽ ഇവരെങ്ങനെ സർവൈവ് ചെയ്യും, ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ച് കൂട്ടി. പക്ഷെ പിന്നീട് അവസാനം എത്തിയപ്പോഴേക്കും അത് എൻഡ് ചെയ്യിപ്പിച്ചതും ഭയങ്കര രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് നിങ്ങൾ കണ്ടു നോക്കുക കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഈ പടം. തുടക്കം കുറച്ച് നേരം ഒരല്പം ബിൽഡ് ചെയ്യാൻ കുറച്ച് സമയം എടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ ഈ നൊസ്റ്റാൾജിക് പരിപാടി വെച്ചിട്ട് കയറിപ്പോവും. ശ്രീകാന്ത് ഈജിയാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. US, ബിനോജ് KV, ശ്രീകാന്ത്, ഇവർ 3 കൂടിയാണ് എഴുതിയിരിക്കുന്നത്. മ്യൂസിക് ബിജി ബാലാണ്, നല്ല മ്യൂസിക്കാണ്. അഭിനയിച്ചിരിക്കുന്നത് കുറേ പിള്ളേരുണ്ട്, കിടിലം. അവരൊന്നും കണ്ടിട്ടില്ല, ഇതിലുള്ള ഒരു കഥാപാത്രങ്ങളെയും കണ്ടിട്ടില്ല, പക്ഷേ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സിൽ ഒരു കൊച്ചിൻ്റെ കുറച്ച് ഇവർക്ക് അതിൻ്റേതായ ലിമിറ്റേഷൻസ് ഉണ്ടാവും, കാണുമ്പോൾ മനസ്സിലാവും. ക്ലൈമാക്സിലെ കുറച്ച് പിള്ളേരുടെ കുറച്ച് സാധനം അങ്ങോട്ട് നാച്ചുറലായിട്ട് വന്നില്ല. പക്ഷേ മെയിൻ റോൾ ചെയ്ത എല്ലാവരും കിടിലൻ, ഭയങ്കര നാച്ചുറലായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. സുജയ് കൃഷ്ണ, റോഷൻ വിനോദ്, കല്യാണി സതീഷ്, അഭിനന്ദ് അനീഷ്, ദേവിക പ്രകാശ്, ചന്ദ്ര ഗോവിന്ദ്, ഇവരൊക്കെയാണ് അഭിനയിച്ചിരിക്കുന്നത്. മനോരമ മാക്സിൽ സ്ട്രീം ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കുക. 1.5 മണിക്കൂറേ ഉള്ളൂ. ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഫാൻറ്റസി ആയിട്ടുള്ള ഭയങ്കര രസമുള്ള ഒരു സിനിമ. എന്തരാ വരട്ടെ.